നടി അൻസിബയ്ക്കെതിരെ ശ്വേത മേനോൻ കോടതിയിൽ. അൻസിബ അഡ്ഹോക് കമ്മിറ്റിയുടെ ഭാഗമല്ല എന്നും വ്യക്തിപരമായ പ്രതികാരത്തിനായാണ് തന്റെ പരാതിയിൽ കക്ഷി ചേരാൻ അൻസിബ ശ്രമിക്കുന്നതെന്നും ശ്വേത കോടതിയിൽ. കേസ് അനാവശ്യമായി വൈകിപ്പിക്കാനാണ് അൻസിബയുടെ ശ്രമമെന്നും ശ്വേതയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. എസ് രാഗിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ, എന്താണ് ശ്വേത മേനോൻ പറയുന്നത്? അമ്മ അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ ശ്വേത മേനോൻ നേരത്തെ പെറ്റീഷൻ നൽകുകയും അത് ആ പ്രവർത്തനം സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് അൻസിബ ഈ കേസിൽ കക്ഷി ചേരണമെന്ന ആവശ്യവുമായി എത്തിയത്. അതിനെ ശ്വേത എതിർക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ശ്വേതയുടേതായിട്ടുള്ള സത്യവാങ്മൂലമാണ് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ അൻസിബയ്ക്ക് കക്ഷി ചേരാൻ നിയമപരമായിട്ടുള്ള ഒരു അവകാശവും ഇല്ല. അൻസിബ അഡ്ഹോക് കമ്മിറ്റിയുടെ ഭാഗമല്ല, അത്തരത്തിലൊരു കേസ് അവർക്ക് പോലുമില്ല. താൻ, അതായത് ശ്വേത ഇത്തരത്തിലൊരു പെറ്റീഷൻ നൽകിയിരിക്കുന്നത് തന്റെ അവകാശം സംരക്ഷിക്കാനാണ്. 2005 മുതൽ 2028 വരെയുള്ള കാലയളവിലെ തന്റെ ടെന്യൂർ അത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പെറ്റീഷൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷനായി വരുന്നത് ഇത് ഈ കോടതി നടപടിക്രമങ്ങൾ അത് നീട്ടിക്കൊണ്ടുപോകാനുള്ള അൻസിബയുടെ ശ്രമമാണ്. മാത്രമല്ല, അൻസിബ നേരത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു, ലൈഫ് ടൈം മെമ്പറുമായിരുന്നു. അവർ വോട്ട് ചെയ്തതാണ്, അവരവരുടെ അവകാശം വിനിയോഗിച്ചതാണ്. അതിനുശേഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. ആ രാജി കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ എക്സിക്യൂട്ടീവിലെ മറ്റംഗങ്ങളോടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ അടക്കം അൻസിബ ഉയർത്തിക്കൊണ്ടു വരികയാണ്. മാത്രമല്ല, ഒന്നിനു പുറകെ ഒന്നായി ഇത്തരം ആളുകൾക്കെതിരെ അൻസിബ കേസ് നൽകുന്ന സ്ഥിതിവിശേഷവും ഒക്കെ തന്നെയുണ്ട്. ഇതും ഈ ഇംപ്ലീഡിംഗ് പെറ്റീഷനുമായി വന്നതും കൂടി ചേർത്ത് വായിക്കേണ്ടതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ശ്വേത പ്രധാനമായും പറയുന്നത്. എന്തായാലും കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അൻസിബയുടെ പെറ്റീഷൻ, അതായത് അൻസിബയെ കക്ഷി ചേർക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കും. അതിന് മുന്നോടിയായിട്ടാണ് ശ്വേത ഇത്തരത്തിൽ ഒരു അഫിഡവിറ്റ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടിയും ഇതിൽ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു കോടതിയെ. ഈ അഡ്ഹോക് കമ്മിറ്റിയുമായി മുന്നോട്ട് പോകാനെല്ലാം നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് തനിക്കെതിരെ ഉള്ള ഇത്തരത്തിലുള്ള നീക്കം എന്ന കാര്യം പിഷാരടിയും നേരത്തെ കോടതിയെ ബോധിപ്പിക്കുകയുണ്ടായി. ശരി.